ഷാജി, നിനക്ക് ചെസ് കളി അറിയാമോ? നല്ല അസലായിട്ട് കളിക്കും. നിനക്ക് ഉണ്ടേ അറിയാവുന്നോ? പോടാ. അത്ര സംശയമാണ്. നീ നാളെ രാവിലെ ഗ്രൗണ്ടിലേക്ക് വാ, ഞാൻ ഷോർട്സ് മുന്നോട്ട് വരാം. എന്തിന്? ചെസ് കളിക്കാൻ. ഇതാ നിനക്ക് കളി അറിയില്ല എന്ന് പറഞ്ഞത്. ദാ ഇരുന്ന് കളിക്കുന്നതിനാണ് ചെസ് കളി എന്ന് പറയുന്നത്. ബാ നമുക്ക് കളിക്കാം. ഞാനിതിങ്ങ് വെട്ടിയേ. അതെ, ഞങ്ങളെ കൂട്ടോ. എടോ, ഇത് രണ്ടുപേര് കളിക്കുന്ന കളിയാ. എന്നിട്ട് നിങ്ങൾ 4 പേരാണല്ലോ കളിക്കുന്നത്. അവര് കളി കണ്ടു നിൽക്കണോ? നീ കളി കണ്ടോണ്ടിരിക്കാം. ഇതെടുത്ത് ഇവിടെ പശുവിനെടുക്കല്ലേ? പശുവിനെടുക്കല്ലേ? എടോ, ഇത് പശുവല്ല, കുതിരയാ. കുതിര കാണട്ടെ. ഇത് അല മാത്രമല്ല, ബാക്കിയുള്ളൊക്കെ എന്ത്? അലമ്പെടുക്കല്ലേ, പോടുന്നു. ഓരോരുത്തന്മാരങ്ങ് ഇറങ്ങിക്കോളൂ. അതെന്താണ്? ഇത് മന്ത്രി. ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു കാര്യം പറയാൻ കുറെ നാളെ ഞാൻ തേടി വന്നായിരുന്നു. യാദർശികമായിട്ട് ഇവിടെ കണ്ടുകൊണ്ട് പറയുന്നത്, എന്റെ മോക്ക് എല്ലാത്തിനും A+ ഉണ്ട്. എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ മേടിച്ചു. കളി കൊളവാക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ കളിച്ചേ. രാജാവിനെ കളത്തിലിറക്കി കളിക്കല്ലേ? നീ അവിടുത്തെ ഇയാള് വലിയ ആളാവല്ല, ഇത് രാജാവല്ല, ആളാണ്. എന്തത്? നീ ദിനോസർ ഇറക്ക്. ദിനോസർ ഈ കളിയില്ല. നീ മാറ്. ചക്കിപ്പരുന്നിറക്കി കളിക്കേണ്ട സ്ഥലത്ത്. അത് തന്നെ. എന്ത് മണ്ടത്തിലുള്ള എന്തത്? കളിക്കാൻ അറിയില്ല, വെറുതെ കിടന്നുണ്ട്. ആ തേരക്ക് ഇവിടെ വെച്ച് കളി കളി. ഞാൻ ആമേനെ വെച്ച്. എങ്കിലേ മൂയിലിന്റെ ഇറക്കും മോനെ. കളിക്കാൻ ഞാൻ നീ പറഞ്ഞ എന്തിനാ? നീ കളിക്കുമ്പോ സ്വയം കളിക്ക്. കളിക്ക്. ഇതിവിടെ വെക്കരുതെന്ന്. നിന്റെ നെഞ്ചത്തൊന്നല്ല ഇരിക്കണത്. നീ കളിച്ചേ. അത് കളിക്കല്ല, മാറ്റി കളിക്കടാ. കുറുക്കനിറക്കല്ലേ? ഇനി നമുക്ക് കിഴക്ക് പടിഞ്ഞാറ് കളിക്കാം. ദർശനം തെറ്റണോണ്ട കുഴപ്പം. ഞങ്ങളിപ്പോ പാമ്പും കൂടി കളിക്കാൻ പോണത്. കളിക്കാൻ നടക്കണം. താണ്ടടാ വന്നടാ ലാലേട്ടന്റെ അച്ഛൻ ഇങ്ങോട്ട് തന്നെ ആട്ടാ. ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മര്യാദക്ക് സൈക്കിൾ കട നടത്തിയിരുന്ന എന്റെ മകൻ സോഹൻലാൽ ഇപ്പൊ മോഹൻലാലായിട്ട് നടക്കും. അപ്പൊ ഒരു രക്ഷപ്പെട്ടില്ലേട്ടാ, മോഹൻലാലായിട്ടല്ല. നീ ഇടപെടണ്ട. എനിക്ക് ഷാജിയായിട്ടാ പറയാനുള്ളത്. എന്റെ മോനെ കൊണ്ട് മോഹൻലാലിന്റെ കോലം കെട്ടിച്ചത് നീയാണെന്നാണ് ഈ നാട്ടുകാരി പറയണത്. നിനക്കറിയാമോ കഴിഞ്ഞ ദിവസം അവരുണ്ടാക്കി വെച്ച പുകിലി? ഞാൻ പവിത്ര എന്ന് വിളിച്ചിട്ട് നിങ്ങൾ ആരും എന്താ വിളിയാക്കാത്തത്? അതിന് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും പവിത്രന്മാരില്ലല്ലോ. എന്നാ പോ മോനെ ദിനേശ. ഇവിടെ ദിനേശനുമില്ല, ഈ നിൽക്കുന്ന രമേശനുണ്ട്. എന്നാ രമേശ, നിന്റെ അച്ഛന്റെ ചിതാഭസ്മം പരിശുദ്ധമായി ഈ പുഴയിൽ ഒഴുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? ഒന്ന് പോടേക്കാ. അയ്യോ, പിന്നെ നേവിയിൽ നിന്ന് മുങ്ങൽ വിദഗ്ധർ വന്നിട്ടാ അവനെ രക്ഷിച്ചത്. ഇന്നലെ രാത്രി എന്റെ കാലിലെ 1 or 2 നഖം വെട്ടിയെടുത്ത് അവൻ ആർക്കൊണ്ട്. ഇനി അതിന്റെ മുകളിൽ എന്തൊക്കെയാണാവോ? ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീ ഒരു. ഇതെല്ലാം ഞാൻ ചെയ്താന്ന് ഉറപ്പാ. അതിനൊരു മാർഗം ഞാൻ തന്നെ ചെയ്തു തരണം. അവനിപ്പോ ഏത് മോഹൻലാൽ? അവൻ ഇന്നലെ വരെ അവൻ മംഗലശ്ശേരി നീലകണ്ഠനായിരുന്നു. ഇന്നേതോ തോമയാണെന്നും പറഞ്ഞു. അത് തന്നെ. അപ്പൊ ചേട്ടാ, ഇതിനെ മുള്ളുകൊണ്ടെടുക്കുക. നാളെ ചേട്ടന്റെ വീട് ആടുതോമയുടെ വീടായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. കേട്ടോ? ഐശ്വര്യമായിട്ട് അങ്ങോട്ട് പിടിച്ചേ. ഇതെന്താ പഞ്ചായത്തിന് തെങ്ങും തയ്യൊക്കെ? അയ്യോ, ഇത് പഞ്ചായത്തിന് കിട്ടിയതല്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇത് നമ്മൾ ആടുതോമയുടെ വീടാക്കുന്നു. അതിനുവേണ്ടി ഈ തെങ്ങ് ഈ തിരുമുറ്റത്ത് നമ്മൾ നടുന്നു. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. എന്താണ്? എന്റെ വീട്ടുമുറ്റത്തിന് ഇതൊക്കെ കൊണ്ട് നടണം. ഓ ചേട്ടാ, സിനിമയിൽ അങ്ങനെയാണ്. ഓ, സിനിമയിലാണെങ്കിൽ ചേട്ടന്റെ മകൻ മരിച്ചുപോയി. പോക്കൃത്തിനും പറയരുത്. എന്റെ മോൻ എപ്പോ മരിച്ചു പോയി? ഓ, സിനിമയിൽ സമ്മതിച്ച് പറ. ചേട്ടന്റെ മകന് പകരം നമ്മൾ ഈ മുറ്റത്ത് ഒരു 18ാം പട്ട തെങ്ങ് നടാൻ പോകുന്നു. അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. ഈ കൈക്കെന്ത് പറ്റി? ഇത് വാതിലൊരു ആണി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് കീറിയതാ. എന്ത് വൃത്തികേടാ കാണിച്ചത്? പുത്തൻ ബനിയനായിരുന്നു. അച്ഛന്റെ കൈ വെട്ടിയ മകൻ എപ്പ വെട്ടി? ഓ, ആ സിനിമയിൽ അങ്ങനെ. ഓ, മറന്നുപോയി. എന്റെ ചേട്ടാ, ആർക്ക് പകരമാണ് നമ്മൾ 18ാം പട്ട തെങ്ങ് നടാൻ പോകുന്നത്? അച്ഛന്റെ കൈ വെട്ടിയ മകന് പകരം. അതാ തിലകന്റെ സൗണ്ടിലൊന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നും അല്ല. പിന്നെങ്ങനെയാണ്? ശരി, ഓപ്പാണ്.
ബേസ് വരട്ടെ, ബേസ്. ഇത്തിരി കൂടി ഉറക്കെ പറ. ആ ആ, ഓക്കേട്ടാ, അത് കലക്കി. ഇതൊക്കെ എപ്പ പഠിച്ച്? പഠിക്കത്തിന്റെ സി ഡി ഇന്നലെ 20 തവണ ഇട്ട്. എന്താ ഇനി ഒന്നും നോക്കണ്ട, നേരെ കൊണ്ട് തൈ നട്ടോ. ചെല്ല്. തിലകം പോണ്. കൊള്ളാലേ? ഏ ഞാൻ ചിരിച്ചാവട്ടെ അലമ്പാവത്. ഒരു കുഴപ്പമില്ലടാ. നാളെ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പുറത്ത് മോഹൻലാലുണ്ടാവും, അപ്പുറത്ത് തിലകനുണ്ടാവും. ചെകുത്താൻ. നിങ്ങൾ എന്റെ പേര് മാറ്റിയല്ലേ ചെകുത്താൻ? എന്റെ കൈവെട്ടിയവനെ പിന്നെ ഞാൻ എന്ത് വിളിക്കണം? ഡാ, നീ ഇതൊന്നും കാണുന്നില്ലേ? ഞാനോർത്തത് ശരിക്കും സിനിമയെന്ന്. ഭയങ്കര ലൈഫാ. അപ്പന്റെ കൈവെട്ടിയ ചെകുത്താൻ, 1.5 ചക്രത്തിന്റെ ഗുണ്ട. ₹5 ഒരു പിച്ചക്കാരന് പോലും വേണ്ട. ഒരേ സ്വാഹ. സ്വാഹയല്ല തോമ. അതല്ല നിന്റെ കാര്യം സ്വാഹ. നീ എന്തീ പറയണത്? ആ സിനിമയിൽ അങ്ങനെയുണ്ട്, മൈന പറയുന്നുണ്ട്. അല്ലെ നമ്മളിപ്പോ മൈനനെ തപ്പി പോകേണ്ടി വരും. അത് ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചിരിക്കുന്നു. നിനക്ക് പകരം ഞാനൊരു 18ാം പട്ട തെങ്ങ് വെച്ചു. തെങ്ങ് ചതിക്കില്ല, കൽപ്പവൃക്ഷമാ. ഈ 18ാം പട്ടെന്ന് ഒരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് ഈ സർസിപ്പിയുടെ കണ്ണടയും. ശരിയല്ലേ? എങ്കിലേ 18ാം പട്ടയുടെ ചുവട്ടിൽ നിന്നാകട്ടെ എന്റെ അച്ഛന്റെ കുഴിമാടത്തിലിടാൻ ഈ മകന്റെ ഒരു പിടി നെഞ്ച്. അല്ല മഞ്ച്. പണ്ടാരോടങ്ങാൻ മണ്ണ്. എടാ കളി കാര്യാവേണ്ട, നമുക്ക് പോയി ഇടപെടാ. വാ, നീ ഇങ്ങോട്ട് വന്ന് ഇറങ്ങി പോടാ. എന്താണ്? എന്താടാ? അച്ഛനെ തല്ലി ഞാൻ പോവേ. എന്നെ തല്ലി ഞാൻ പോവേണ്. നീ എന്താടാ വെറുതെ പോണത്? നീ മോഹൻലാലാണ്. മോഹൻലാൽ ഇങ്ങനെ തല്ലുകൊണ്ടിട്ട് പോയല്ല, തിരിച്ച് തല്ലിയിരിക്കും. അത് സ്വന്തം തന്തയാണെങ്കിൽ പോലും. അതാണ് മോഹൻലാൽ. ഹേ സവാരി ഗിരിഗിരി, ചെല്ല്, ചെന്ന് കീറിപ്പറിക്ക്. ചെല്ലടാ. അയ്യോടാ. ഞാനുണ്ടല്ലോ. നിനക്ക് എന്തിനാ? നിന്റെ അച്ഛനാണോ നീ തല്ലണത്? ഞാൻ മോഹൻലാലാണ്. മോഹൻലാല് എന്ത് പണിയാട്ടാ കാണിച്ചത്? നിങ്ങൾക്ക് നാണാവൂലേ? അത് കുഴപ്പമില്ല, ഞാൻ അവൻ്റെ അടി കൊടുത്ത് അവൻ തിരിച്ചെനിക്കോട്ട് അടി തന്ന് പ്രശ്നം തീർന്നു. പ്രശ്നം തീർന്നു, അത് ശരിയാണ്. പക്ഷെ ചേട്ടന്റെ സ്വഭാവം എന്റെ അച്ഛൻ പറഞ്ഞാൻ കേട്ടിട്ടുണ്ട്. 3 പേരൊക്കെ ജംഗ്ഷനിൽ നിന്ന് തല്ലിയിട്ടുള്ള ആളാന്ന്. ഞാനോ? ആ, അത് മാത്രമല്ല അവിടെ അവനിപ്പോ ആരുമില്ല, ഒറ്റക്കൊക്കെയാണ്. ഈ 10 ഒരു ചേട്ടൻ അടിക്കൂലെന്ന് എന്താ ഉറപ്പ്? പിടിച്ചോടാ. അടിച്ച് മലയണ്ണാനെ പോലെ ആക്കി കളഞ്ഞ ഒഴഞ്ഞു വീഴും. എന്തൊരു കഷ്ടമാണ് നോക്കി. അത് ശരി, നിന്റെ വീട്ടിലെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വന്നപ്പോ നീ ഇവിടെ നിന്ന് മുറുക്കി തുപ്പേണ്. അച്ഛൻ തലക്കിട്ടടിച്ചാണ് ചോരയാണ്. അടിച്ചാ എന്താ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മോനും കൂടി ഇങ്ങനെ തുടങ്ങി? അച്ഛൻ തലക്കിട്ടടിച്ച് ചോര വന്നു. തലക്കെട്ടടിച്ചാലും മോഹൻലാൽ അങ്ങനെ മാറി നിൽക്കൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ലാലേട്ടന്റെ അച്ഛ കൈയെടുത്തു. ആ മുണ്ടം കഴിച്ച് തലയിട്ടിട്ട് തകർത്തോ നീ? ഒരാളുമില്ല. വൈകുന്നേരം ഞാൻ മുട്ടരാന്റെ ഞങ്ങൾ ചോരെടുത്ത് വെച്ചേക്കാം. ചെല്ലി. കൊടുത്തോ കൊടുത്തോ കൊടുത്തോ. ഷാജി എന്ത് കാര്യത്തിലാണ്? നിന്റെ അച്ഛനൊന്നും അല്ല, അവിടെ കിടന്ന് മേടിക്കട്ടെ. എടാ വേണ്ട. അയ്യോ ഇനി ഞാൻ വലത്തെ കൈ ചോറ് വാരി തിന്നരുത്. എല്ല് പൊട്ട വെച്ച് ഇവിടെ കേൾക്കാല്ലേ? അല്ല ഈ രണ്ടാമത്തെ കൈ എന്തിനാ? രണ്ടാമത്തെ കൈ എന്തിനാ? മനുഷ്യനെ ചീറ്റിക്കാനായിട്ട് അവിടെ മാറിക്കടാ. നീ എന്താണ് ഇങ്ങനെയൊക്കെ? ഇത് എന്തിനാട്ടെ നീ പോക്കൃത്തരം കാണിക്കണം മുറ്റത്ത് കിടന്നുണ്ട്? എടാ ഷാജി, നിന്റെ വാക്ക് കേട്ട് ഞാൻ തിലകനുമായി എന്റെ മകന്റെ കയ്യിൽ നിന്ന് ചാളമ്പോൾ അടിയും വാങ്ങിച്ചു. എന്നിട്ട് നീ ഇവിടെ നെരുതിയിൽ എണ്ണ ഒഴിക്കണാണ്. ഇറങ്ങിപ്പോടാ. എന്റെ ചേട്ടൻ, ഞാൻ അവന്റെ അസുഖം മാറാൻ വേണ്ടിയില്ല ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അവൻ നീ മോഹൻലാലൊന്നും അല്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാ.
ശരിയേട്ടാ ഇവൻ പറഞ്ഞ കറക്റ്റാണ്. അവന് മോഹൻലാലിന് ലുക്കൊന്നുമില്ല, പക്ഷെ ചേട്ടൻ കറക്റ്റ് തിലകനാണ്. അമ്മ അയ്യോ ഓടാ രായപ്പ, ഒരടി ഇവിടെ കിടന്ന് കറങ്ങണ്ടായിരുന്നു. നീ ഇങ്ങനെ ചെന്ന് മേടിക്കുന്നു ഞാൻ കരുതിയില്ല. അപ്പൊ പോകുമല്ലേ? വാ, എല്ലാം കറങ്ങി തിരിച്ച് നിന്റെ മേലെ ഉള്ളടാ. നിക്കടാ അവിടെ രണ്ടുപേരും നിക്കാൻ. നിങ്ങൾ നോണ പറഞ്ഞാണല്ലേ എന്നാന്ന്? എനിക്ക് മോഹൻലാലിന്റെ ഫിഗർ ഇല്ലെന്ന്. എനിക്കറിയാം ഞാൻ മോഹൻലാലാണെന്ന്. ചുമ്മാ